നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഹീറോ പരിവേഷമുള്ള മോഹൻലാൽ സംഘപരിവാർ ശക്തികൾക്ക് മുൻപിൽ കീഴടങ്ങുന്ന സാഹചര്യമാണെന്ന് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. ഇന്ന് ചെറിയ പെരുന്നാൾ. മണപ്പുറം ടൗൺ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് PA ഷമീർ ഹദ്ദവി നേതൃത്വം നൽകി. കൂട്ടായ്മയിലൂടെ നാം വളരണമെന്ന ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പള്ളിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലക്കോട് ഇഞ്ചിയാനി 11-ാം വാർഡിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി. യോഗം അഡ്വക്കേറ്റ് EM അഗസ്തി XMLA ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴയിൽ ഏലിയറ്റ് ഗ്രീൻ സൊല്യൂഷൻസ് കമ്പനിയുടെ ഹൈടെക് സംരംഭം ഖരമാലിന്യ സംഭരണം ലക്ഷ്യമിട്ട് പ്രവർത്തനം ആരംഭിച്ചു. ഏലിയറ്റ് ഗ്രീൻ സൊല്യൂഷൻസ് എന്ന പുതിയ സംരംഭത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ഹീറോ പരിവേഷമുള്ള മോഹൻലാൽ സംഘപരിവാർ ശക്തികൾക്ക് മുൻപിൽ കീഴടങ്ങുന്ന സാഹചര്യമാണെന്ന് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. എമ്പുരാൻ സിനിമയിൽ കാണുന്ന ആ ആശയം അണിയറ പ്രവർത്തകർ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിൽ സംഘപരിവാർ ശക്തികൾക്ക് കീഴ്പ്പെടുന്ന അവസ്ഥയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നിരുന്ന മഹാത്മാഗാന്ധി കുടുംബ സംഗമത്തിന്റെ സമാപന സമ്മേളനം കള്ളിമാലിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘപരിവാർ ഭരണം അരങ്ങു തകർക്കുന്ന ഒരു കാലഘട്ടമാണ്. തങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രമേ ചിന്തിക്കാവൂ, പറയാവൂ, കേൾക്കാവൂ, പ്രസിദ്ധപ്പെടുത്താവൂ എന്നതാണ് ഇന്നത്തെ അനുഭാവം. ഹീറോ പരിവേഷമുള്ള മോഹൻലാൽ സംഘപരിവാർ ശക്തികൾക്ക് മുൻപിൽ കീഴടങ്ങുന്ന സാഹചര്യമാണ്. എമ്പുരാൻ സിനിമയിൽ കാണുന്ന ആ ആശയം അണിയറ പ്രവർത്തകർ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിൽ സംഘപരിവാർ ശക്തികൾക്ക് കീഴ്പ്പെടുന്ന അവസ്ഥയാണെന്നും ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്ന മഹാത്മാഗാന്ധി കുടുംബ സംഗമത്തിന്റെ സമാപന സമ്മേളനം കള്ളിമാലിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിണറായി വിജയനെ സംബന്ധിച്ച് അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന അഴിമതി കേസ്, അതിൽ നിന്നെല്ലാം രക്ഷപ്പെടണമെങ്കിൽ എന്താണ് ഈ പറയപ്പെടുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇതുപോലെയുള്ള കുറ്റാന്വേഷണ ഏജൻസികൾ, CBI ഉൾപ്പെടെയുള്ള ഏജൻസികൾ അവർ സഹായിക്കണം. SLC ലാവ്ലിൻ കേസ് വളരെ വർഷക്കാലമായി സുപ്രീം കോടതിയിലുണ്ട്. സുപ്രീം കോടതിയിൽ നിൽക്കുന്ന ആ കേസിൽ നിന്നും അദ്ദേഹത്തിന് രക്ഷപ്പെട്ട് പോരണമെങ്കിൽ BJPയുടെ സഹായം ആവശ്യമുണ്ട്. അതുകൊണ്ട് സുപ്രീം കോടതിയിൽ ആ കേസ് വീണ്ടും CBI തന്നെ മാറ്റിവെച്ചുകൊണ്ടിരിക്കുകയാണ്. CBI ആണ് അപ്പീൽ കൊടുത്തിരിക്കുന്നത്. അപ്പീൽ കൊടുത്തിരിക്കുന്ന ഏജൻസിയായ CBI തന്നെ ഓരോ ദിവസവും സുപ്രീം കോടതിയിൽ ആ കേസ് വരുമ്പോൾ പറയും ഇതൊന്ന് മാറ്റിവെച്ചു തരണം, അടുത്ത പ്രാവശ്യത്തേക്കാക്കാം. അങ്ങനെ ഇപ്പൊ 39 തവണ ആ കേസ് മാറ്റിവെച്ചു. പിണറായി വിജയൻ ഇതിനിടയിൽ 10 വർഷം തികയ്ക്കാൻ പോവുകയാണ്. പിണറായി വിജയൻ 2016 മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് സുപ്രീം കോടതിയിൽ ചെന്ന കേസാണ്. ഇപ്പൊ മുഖ്യമന്ത്രി സ്ഥാനത്ത് കഴിയാറായപ്പോഴും ആ കേസ് അവിടെ തന്നെ അങ്ങനെ നിൽക്കുക. ഈ വിധത്തിൽ ഇവർ തമ്മിലുള്ള രഹസ്യ ബാന്ധവം, അതിലൂടെ കോൺഗ്രസിനെ ഐക്യജനാധിപത്യ മുന്നണി ഒരിക്കൽ കൂടി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയും എന്ന തരത്തിലാണ് ഇവർ ചിന്തിക്കുന്നത്. ഇതൊരു വിരോധാഭാസം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്ന മഹാത്മാഗാന്ധി കുടുംബ സംഗമം 13 വാർഡുകളിലും പൂർത്തീകരിച്ചു. ജില്ലയിൽ തന്നെ കുടുംബ സംഗമങ്ങൾ പൂർത്തീകരിക്കുന്ന ആദ്യ മണ്ഡലം കമ്മിറ്റികളിലൊന്നാണ് രാജാക്കാട് വാർഡ്. സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച സാഹചര്യത്തിൽ UDF സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാക്കുഴി പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റി രാജാക്കാട് പഞ്ചായത്തിലെ 13 വാർഡുകളും കുടുംബസംഗമം നടത്തി അത് പൂർത്തീകരിച്ചിരിക്കുകയാണ്. KPCCയുടെ ആഹ്വാനപ്രകാരം മാർച്ച് 30-നുള്ളിൽ 30-ാം തീയതിയോടുകൂടി കുടുംബസംഗമങ്ങൾ തീർക്കണമെന്നാണ് അറിയിപ്പ് നൽകിയിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റി വിളിച്ചുകൂട്ടുകയും ഈ മണ്ഡലത്തിലെ മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചതിൻ്റെ പേരിലാണ് ഞങ്ങൾക്ക് ഈ മാസം 30-ാം തീയതി ഇന്ന് തന്നെ ഈ സമാപന സമ്മേളനം നടത്തുവാൻ കഴിഞ്ഞത്. ആദരണീയനായ മുൻ DCCയുടെ പ്രസിഡന്റ് റോയ് K. പോലോസ് 1-ാം വാർഡിൽ ഉദ്ഘാടനം 16-ാം തീയതി ചെയ്തുകൊണ്ട് ആരംഭിച്ച ഈ കുടുംബസംഗമം 13 വാർഡുകളും പൂർത്തീകരിച്ച് ഇന്ന് ഇടുക്കിയുടെ ആദരണീയനായ MP ഡീൻ കുര്യാക്കോസ് 11-ാം വാർഡിൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയാണ്. വരാൻ പോകുന്ന
വരുന്ന പഞ്ചായത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് കുടുംബസംഗമങ്ങൾ പൂർത്തീകരിച്ചു വരുന്നത്. മണ്ഡലം കമ്മിറ്റികളെയും പോഷക സംഘടനകളുടെയും തൊഴിലാളി പ്രസ്ഥാനങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് KPCCയുടെ നിർദ്ദേശപ്രകാരം മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു വരുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയിലെ കുടുംബസംഗമങ്ങൾ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കള്ളിമാലി 11ാം വാർഡിലെ കുടുംബസംഗമം സംഘടിപ്പിച്ചത്. സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാർഡ് തലത്തിൽ നിന്നും ആരംഭിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി കള്ളിമാലിയിൽ നടന്ന കുടുംബസംഗമ മണ്ഡല സമാപന സമ്മേളനത്തിൽ മുതിർന്ന അംഗങ്ങളെയും രാഷ്ട്രീയ പ്രവർത്തകരെയും കർഷകരെയും ആദരിച്ചു. വാർഡ് പ്രസിഡന്റ് ഏലിയാസ് മുകളിൽ പതാക ഉയർത്തിയതോടെയാണ് കുടുംബസംഗമത്തിന്റെ തുടക്കമായത്. യോഗത്തിൽ KPCC മെമ്പർ R. ബാലൻപിള്ള മുഖ്യപ്രഭാഷണം നടത്തി. DCC വൈസ് പ്രസിഡന്റ് KS അരുൺ, ബ്ലോക്ക് പ്രസിഡന്റ് MB ജോസ്, കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാക്കുഴിയിൽ, UDF നിയോജക മണ്ഡലം കൺവീനർ ബെന്നി തുണ്ടത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്. ഇന്ന് ചെറിയ പെരുന്നാൾ. അന്നപാനീയങ്ങൾ വെടിഞ്ഞും ആരാധനാകർമ്മങ്ങളിൽ മുഴുകിയും നിരാലംബരെ സഹായിച്ചും നേടിയെടുത്ത ആത്മചൈതന്യത്തിൽ ഇസ്ലാം മതവിശ്വാസികൾക്ക് ഇന്ന് ഈദുൽ ഫിത്തർ. വണ്ണപ്പുറം ടൗൺ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് PA ഷമീർ ഹദ്ദവി നേതൃത്വം നൽകി. അന്നപാനീയങ്ങൾ വെടിഞ്ഞും ആരാധനാകർമ്മങ്ങളിൽ മുഴുകിയും നിരാലംബരെ സഹായിച്ചും നേടിയെടുത്ത ആത്മചൈതന്യത്തിൽ ഇസ്ലാം മതവിശ്വാസികൾക്ക് ഇന്ന് ഈദുൽ ഫിത്തർ. വ്രതശുദ്ധിയുടെ നിറവിൽ സാഹോദര്യത്തിന്റെയും സമഭാവനയുടെയും സന്ദേശങ്ങൾ വിളംബരം ചെയ്യുന്ന ദിനമാണ് ചെറിയ പെരുന്നാൾ. പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞും ഈദ്ഗാഹുകളിൽ പങ്കെടുത്തും മധുരം പങ്കിട്ടും സൗഹൃദങ്ങൾ പുതുക്കിയും ബന്ധുക്കളെ സന്ദർശിച്ചും വിശ്വാസികൾ പെരുന്നാൾ കൊണ്ടാടുന്നു. വണ്ണപ്പുറം ടൗൺ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഇമാം PM ഷമീർ ഹുദ്ദവി നേതൃത്വം നൽകി. വിശ്വാസികൾ ഇന്ന് പെരുന്നാളിൻ്റെ വലിയ സന്തോഷ മുഹൂർത്തത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വ്രതവിശുദ്ധിയുടെ 29 ദിനരാത്രങ്ങൾ പിന്നിട്ടതിൻ്റെ ആത്മനിർവൃതിയുടെ സന്തോഷങ്ങളുടെ പങ്കുവെപ്പാണ് സത്യത്തിൽ ഈ പെരുന്നാളിൻ്റെ ദിവസം. പരസ്പരം എല്ലാ സുഹൃതങ്ങളും സ്വീകരിക്കപ്പെടട്ടെ, ദൈവികമായ സഹായം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനകൾ നേർന്നിട്ടാണ് വിശ്വാസികൾ പെരുന്നാളിൻ്റെ ദിവസത്തിൽ അഭിവാദനങ്ങൾ രേഖപ്പെടുത്തുന്നത്. പുത്തൻ വസ്ത്രണിഞ്ഞ് മനസ്സിലും ശരീരത്തിലൊക്കെ സുഗന്ധം പടർത്തി നന്മയുള്ള നനവുള്ള നല്ല ചിന്തകൾ മനസ്സിലും ബോധത്തിലേക്കൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഈ ദിവസത്തെ ധന്യമാക്കുന്നത്. നമ്മുടെ നാട് വലിയ കാലുഷ്യങ്ങളിലേക്ക്, അസത്യങ്ങളുടെ വലിയ ധ്വനികൾ ഉയർന്നു കേൾക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ സ്നേഹവും സൗഹാർദ്ദവും പങ്കുവെപ്പും ഒക്കെ ഉണ്ടാകണമെന്ന വലിയ ഒരു സന്ദേശമാണ് ഈ ദിവസം പകർന്നു നൽകുന്നത്. എല്ലാ അസത്യങ്ങളും അർദ്ധസത്യങ്ങളും പ്രചരിപ്പിക്കപ്പെടുന്ന ലോകത്ത് നന്മയുടെ നിർമ്മാണങ്ങൾ വീശാനാകട്ടെ, പ്രകാശിപ്പിക്കാനാകട്ടെ, നന്മയുടെ പ്രസരണങ്ങളാണ് വേണ്ടത്. മതത്തിൻ്റെയോ അല്ലെങ്കിൽ വർണ്ണത്തിൻ്റെയോ വർഗത്തിൻ്റെയോ പേരിലുള്ള വൈജാത്യങ്ങൾക്കപ്പുറം വലിയൊരു സ്നേഹബന്ധം മനുഷ്യരുടെ ഹൃദയങ്ങൾ തമ്മിൽ ഉണ്ടായാൽ അത് വലിയ ഒരു സന്ദേശമാണ്. സ്നേഹമേ പരം സൗഖ്യം, സ്നേഹഭംഗമേ ദുഃഖം എന്നാണല്ലോ കവിവാക്കുകൾ. സ്നേഹമില്ലാതായാൽ ലോകത്ത് മുഴുവൻ ദുഃഖം തളം കെട്ടി നിൽക്കും. പരസ്പരം സ്നേഹമുണ്ടോ എങ്കിൽ ജീവിതം പരമസുഖമായിരിക്കുന്ന നമ്മുടെ നാടും നാട്ടുകാരും രാജ്യവും ഒക്കെ സമാധാനം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ അവസ്ഥയിലാകട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. തുടർന്ന് സന്ദേശവും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും എടുത്തു. പരമകാരുണികനും കരുണാനിധിയും ആയ അല്ലാഹുവിന്റെ തിരുനാമത്തിൽ ഞാൻ സർവരക്ഷിതാവായ അല്ലാഹുവിന്റെ അടിമയാകുന്നു. ഞാൻ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും വഴിപ്പെട്ടു ജീവിക്കാൻ ബാധ്യസ്ഥനാണ്. വരയാടുകളുടെ പ്രജനന കാലത്തെ തുടർന്ന് അടച്ചിരുന്ന ഇരവികുളം ദേശീയോദ്യാനം ഏപ്രിൽ 1 വീണ്ടും തുറക്കും. വരയാടുകളുടെ പ്രജനന കാലത്തോടനുബന്ധിച്ച് 2 മാസത്തേക്കായിരുന്നു പാർക്ക് അടച്ചിട്ടിരുന്നത്. മധ്യവേനലവധി ആരംഭിച്ചതോടെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. ഉദ്യാനം തുറക്കുകകൂടി ചെയ്യുന്നതോടെ സഞ്ചാരികളുടെ തിരക്ക് ഇനിയും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. വരയാടുകളുടെ പ്രജനനകാലവുമായി ബന്ധപ്പെട്ട് 2 മാസങ്ങൾക്ക് മുമ്പ് അടച്ച ഇരവികുളം ദേശീയോദ്യാനം വീണ്ടും സന്ദർശകർക്കായി തുറക്കുകയാണ്. ഏപ്രിൽ 1 മുതൽ ഉദ്യാനത്തിൽ സന്ദർശകരെ പ്രവേശിപ്പിച്ചു തുടങ്ങും. രാവിലെ 8 മുതൽ വൈകിട്ട് 4 വരെയാണ് സന്ദർശകർക്കുള്ള പ്രവേശന സമയം. ജനുവരി 31 മുതലായിരുന്നു ഉദ്യാനം അടച്ചത്. പുതുതായി പിറക്കുന്ന കുഞ്ഞുങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതോടൊപ്പം വരയാടുകളുടെ പ്രജനനം സുഗമമായി നടക്കുന്നതിനുമായിട്ടുമാണ് എല്ലാ വർഷവും ഈ കാലയളവിൽ പാർക്ക് അടച്ചിടുന്നത്. ഈ സീസണിൽ ഇതുവരെ 80-ലധികം വരയാടൻ കുഞ്ഞുങ്ങൾ പിറന്നതായാണ് അനൌദ്യോഗിക കണക്ക്. ഏപ്രിൽ 20 ശേഷം ഇത്തവണത്തെ വരയാട് സെൻസസ് നടത്തുമെന്ന് വനവകുപ്പ് അറിയിച്ചു. കണക്കെടുപ്പ് പൂർത്തിയാക്കുന്ന മുറയ്ക്ക് മാത്രമേ പുതിയതായി പിറന്ന വരയാടൻ കുഞ്ഞുങ്ങളുടെ എണ്ണം സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. മധ്യവേനലവധി ആരംഭിച്ചതോടെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. ഉദ്യാനം തുറക്കുക കൂടി ചെയ്യുന്നതോടെ സഞ്ചാരികളുടെ തിരക്കിന് ഇനിയും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, മൂന്നാർ. ചെറിയ പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി മൂന്നാർ ടൗൺ ജുമാ മസ്ജിദിൽ പ്രത്യേക നമസ്കാര ചടങ്ങുകൾ നടന്നു.
പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ചീഫ് ഇമാം ആഷിഖ് അൽ കൗസരി കാസിം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മാനവ സൗഹാർദ്ദം തന്നെയാണ് ഇത്തവണത്തെ ചെറിയ പെരുന്നാൾ ആഘോഷവും മുമ്പോട്ട് വയ്ക്കുന്ന സന്ദേശമെന്ന് ചീഫ് ഇമാം പറഞ്ഞു. മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയത്തിലെ പുരോഹിതർ ചെറിയ പെരുന്നാൾ ആശംസ അറിയിച്ച് ടൗൺ ജുമാ മസ്ജിദിൽ എത്തിയത് മതസൗഹാർദ്ദത്തിന്റെ നല്ല കാഴ്ച കൂടിയായി മാറി. ത്യാഗത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും സ്മരണ പുതുക്കിയാണ് ലോകമെമ്പാടുമുള്ള ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചത്. 30 ദിനരാത്രങ്ങൾ പിന്നിട്ട നോമ്പുകാലത്തിന്റെ മഹത്വം വിളിച്ചോതി വിശ്വാസികൾ പുതുവസ്ത്രം അണിഞ്ഞും പരസ്പരം ആശ്ലേഷിച്ചും ആഘോഷങ്ങളിൽ പങ്കുചേർന്നു. ചെറിയ പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി മൂന്നാർ ടൗൺ ജുമാ മസ്ജിദിൽ പ്രത്യേക നമസ്കാര ചടങ്ങുകൾ നടന്നു. പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ചീഫ് ഇമാം ആഷിഖ് അൽ കൗസരി കാസിം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മാനവ സൗഹാർദ്ദം തന്നെയാണ് ഇത്തവണത്തെ ചെറിയ പെരുന്നാൾ ആഘോഷവും മുമ്പോട്ട് വയ്ക്കുന്നതെന്ന് ചീഫ് ഇമാം പറഞ്ഞു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് മാനവ സൗഹാർദ്ദം തന്നെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസക്കാലം നീണ്ടു നിന്ന വ്രതാനുഷ്ഠാനത്തിന് ശേഷം വിശ്വാസി സമൂഹം തൻ്റെ റബ്ബുമായി അള്ളാഹുവുമായി കൂടുതലായിട്ട് അടുക്കുകയും ആ റബ്ബ് ലോക രക്ഷിതാവുമായിട്ടുള്ള ഈ അടുപ്പം തൻ്റെ സഹജീവികളിലേക്ക് വിധാനിച്ചു കൊടുക്കുന്ന ഒരു സന്ദേശം ഇത് കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഫിത്ർ സക്കാത്ത് എന്നുള്ളതാണ്. തൻ്റെ അയൽവാസി, തൻ്റെ സഹജീവി പട്ടിണി കിടക്കാൻ പാടില്ല എന്നുള്ളത് ഓരോ മുസ്ലിമിൻ്റെയും നിർബന്ധമായ ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് കൊണ്ടുപോയി അവർക്കുള്ള ആഹാര വകകൾ കൊടുക്കുകയും അതുപോലെ 30 ദിവസത്തെ ഒരു മാസക്കാലത്തെ ത്യാഗോജ്വലമായ ഈ ഏറ്റവും വിശ്വാസികളുടെ ഈ ജീവിതത്തെ മറ്റുള്ളവർക്ക് പ്രതിഫലിപ്പിക്കുക എന്നുള്ളത് കൂടിയാണ് ഈ ഈദിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം. മറ്റുള്ളവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയും അവരിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതും ഒരു വിശ്വാസിയുടെ ബാധ്യതയായിട്ട് ഈദ് സന്ദേശം നമുക്ക് കൈമാറുന്നുണ്ട്. മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയത്തിലെ പുരോഹിതർ ചെറിയ പെരുന്നാൾ ആശംസ അറിയിച്ച് ടൗൺ ജുമാ മസ്ജിദിലെത്തിയത് മതസൗഹാർദ്ദത്തിന്റെ നല്ല കാഴ്ച കൂടിയായി. എല്ലാവർക്കും തന്നെ റംസാന്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ സന്തോഷപൂർവ്വം ഞാൻ നേരുകയാണ്. നമുക്കറിയാം, ഈദ് മുബാറക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ സാഹോദര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെ ഒരു തിരുനാളായത്. മനുഷ്യനെ മനുഷ്യനായി കണ്ടുകൊണ്ട് അവരിലുള്ള ദൈവത്തെ തിരിച്ചറിഞ്ഞ് പരസ്പരം കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന ആ നിമിഷങ്ങൾ ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ദൈവമുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവനെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അവൻ്റെ വിഷമങ്ങളിൽ, അവൻ്റെ രോഗങ്ങളിൽ, അവൻ്റെ തകർച്ചകളിൽ, അവൻ്റെ ബുദ്ധിമുട്ടുകളിൽ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മറ്റുള്ളവനെ രക്ഷിക്കുക, നമ്മൾ രക്ഷ അനുഭവിച്ചു ആ രക്ഷയിലേക്ക് മറ്റുള്ളവരെയും കൂടെ ചേർത്തണയ്ക്കാനായിട്ട് ഈ സഹോദരങ്ങൾ കാണിക്കുന്ന ആ നല്ല പ്രവൃത്തി എല്ലാവർക്കും അനുകരണീയമാണ്, സ്വാഗതാർഹമാണ്. ഈ അവസരത്തിൽ ഈ നാടിന് മുഴുവനും നന്മ പകരുന്ന, വെളിച്ചം വീശുന്ന ഇവരുടെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ കുടുംബങ്ങളെയും സ്നേഹിക്കുവാൻ, എല്ലാ മനുഷ്യരെയും ഒന്നായി കാണുവാൻ, എല്ലാവരിലുള്ള നന്മയെ തിരിച്ചറിഞ്ഞ് ആഹ്ലാദപൂർവ്വം ആഘോഷിക്കുന്ന ഈ തിരുനാളിന് എല്ലാവിധ മംഗളങ്ങളും എല്ലാ വ്യക്തികൾക്കും നേരുകയാണ്. ദൈവാനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യും. നൂറുകണക്കിന് വിശ്വാസികൾ നിസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. 30 ദിവസം നീണ്ട വ്രതശുദ്ധിയുടെ നിറവിൽ നന്മകളാൽ സ്ഫുടം ചെയ്തെടുത്ത മനസ്സുമായാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാളിനെ സ്വീകരിച്ചത്. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും പെരുന്നാൾ നമസ്കാര ശേഷം ബന്ധുമിത്രാദികളുടെ ഭവനങ്ങൾ സന്ദർശിച്ചും വിശ്വാസികൾ പെരുന്നാൾ സന്തോഷത്തിൽ പങ്കുചേർന്നു. ന്യൂസ് ബ്യൂറോ, മൂന്നാർ. നെയ്യശ്ശേരി വില്ലേജിന്റെ നിർമ്മാണ പ്രവർത്തനം ഉടൻ ആരംഭിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചെറിയ കുന്നിൻ മുകളിലിരിക്കുന്ന ഈ വില്ലേജ് ഓഫീസിൽ കയറ്റം കയറി ചെല്ലുക എന്നത് വളരെ ദുഷ്കരമാണെന്നതിനാൽ നെയ്ശ്ശേരി പള്ളി 3 വർഷം മുമ്പ് യൂണിയൻ ബാങ്കിനോട് ചേർന്ന് വില്ലേജ് പണിയുന്നതിന് ആവശ്യമായ സ്ഥലം നൽകിയിരുന്നു. എന്നാൽ നാളിതുവരെയായിട്ടും വില്ലേജിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ടില്ല. വില്ലേജിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നും സമീപത്തുള്ള അംഗൻവാടിയിൽ എത്തിച്ചേരുന്നതിന് താഴെ നിന്നും റോഡ് നിർമ്മിക്കണമെന്നും ആവശ്യമുയരുകയാണ്.
നെയ്യശ്ശേരി വില്ലേജിന്റെ നിർമ്മാണ പ്രവർത്തനം ഉടൻ ആരംഭിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. 1982 ബേബി മുണ്ടയ്ക്കൽ വാർഡ് മെമ്പർ ആയിരിക്കുമ്പോൾ നെയ്യശ്ശേരി പള്ളിയുടെ ഒരു കടമുറിയിൽ താൽക്കാലിക പ്രവർത്തനം ആരംഭിച്ച വില്ലേജ് പിന്നീട് പള്ളി തന്നെ നൽകിയ സ്ഥലത്ത് പുതിയ കെട്ടിടം പണിത് പ്രവർത്തനം ആരംഭിച്ചു. ചെറിയ കുന്നിൻ മുകളിലിരിക്കുന്ന ഈ വില്ലേജ് ഓഫീസിൽ കയറ്റം കയറി ചെല്ലുക എന്നത് വളരെ ദുഷ്കരമാണ്. അത് മനസ്സിലാക്കി നെയ്യശ്ശേരി പള്ളി തന്നെ 3 വർഷം മുമ്പ് യൂണിയൻ ബാങ്കിനോട് ചേർന്ന് വില്ലേജ് പണിയുന്നതിനാവശ്യമായ സ്ഥലം നൽകിയിട്ടുള്ളതാണ്. വില്ലേജ് ഓഫീസിൻ്റെ ഈ ശോചനീയാവസ്ഥ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് നെയ്ശ്ശേരി സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് 8 സെൻറ്റ് സ്ഥലം ഈ റോഡരികിൽ നെയ്ശ്ശേരി വില്ലേജ് പണിയുന്നതിന് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളതാണ്. നാളെ ഇതുവരെയായിട്ട് യാതൊരുവിധ നടപടികളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇന്നും അവിടെ സ്റ്റെപ്പ് കയറുമ്പോൾ അവിടെ ചെന്ന് 5 മിനിറ്റ് കഴിയാണ്ട് ആർക്കും ഒന്നും സംസാരിക്കാൻ സാധിക്കുകയില്ല. കാരണം അത്ര കടുപ്പമാണ് ആ കയറ്റം. അതുപോലെ തന്നെ അവിടെ കുഞ്ഞുകുട്ടികളെ എടുത്തുകൊണ്ട് ആണ് പല അമ്മമാരും സ്റ്റെപ്പ് കയറുന്നത്. അതൊക്കെ പല പ്രാവശ്യം നിന്നാണ് കയറുന്നത്. ഈ നാട്ടിൻ്റെ ഈ ശോചനീയാവസ്ഥ മനസ്സിലാക്കി ജനപ്രതിനിധികൾ ഇതിലിടപെട്ട് എത്രയും പെട്ടെന്ന് ഇതിന് ശാശ്വതമായൊരു പരിഹാരം കാണണമെന്ന് ഈ നാട്ടുകാർ ആവശ്യപ്പെടുകയാണ്. എന്നാൽ നാളിതുവരെയായിട്ടും വില്ലേജിന്റെ നിർമ്മാണം ആരംഭിക്കാത്തതിൽ നാട്ടുകാർക്ക് പ്രതിഷേധമുണ്ട്. ഈ വില്ലേജ് ഓഫീസിനോട് ചേർന്ന് തന്നെയാണ് നെയ്യശ്ശേരി അംഗൻവാടിയും പ്രവർത്തിക്കുന്നത്. വില്ലേജിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നും അംഗൻവാടിയിൽ എത്തിച്ചേരുന്നതിന് താഴെ നിന്നും റോഡ് നിർമ്മിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. നട കയറി മുകളിലെത്തി വില്ലേജിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് തടസ്സമാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാലിനെല്ലാം വേദനയാണ്. കയറി പോകുന്ന മഴക്കാലത്ത് തെന്നി കിടക്കുകയാണ്. പിന്നെ സൗകര്യം വളരെ കുറവാണിത്. മുകളിൽ ആഫീസൊക്കെ കുഴപ്പമില്ല, പക്ഷേ ഈ നടയിൽ കയറുന്നതിനും ഇറങ്ങുന്നതിനും പൊതുജനങ്ങൾക്കായിട്ട് ഒരു ബാത്റൂമോ ടോയ്ലറ്റോ അങ്ങനെയൊന്നും ഇല്ല. നഴ്സറിയിൽ അംഗൻവാടി പിള്ളേരെ വിടുന്നുണ്ട് ഇവിടെ. ആ പിള്ളേരും വളരെ ബുദ്ധിമുട്ടിയാണ് ഈ മഴക്കാലത്ത് ഇവിടെ കയറി പറ്റുന്നത്. ഏകദേശം ഒരു 10-40ഓളം വളരെ ഉയരം കൂടിയ സ്റ്റെപ്പുകൾ കയറിയാണ് പ്രായമായ ആളുകൾക്കും ശാരീരിക വൈകല്യമുള്ള ആളുകളൊക്കെ നെയ്ശ്ശേരി വില്ലേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കയറുന്നത്. വില്ലേജിനോട് തൊട്ട് ചേർന്ന് തന്നെ ഒരു അംഗൻവാടി, കൊച്ചു പിള്ളേർ പഠിക്കാൻ കൊണ്ടുവിടുന്ന ഒരു അംഗൻവാടിയുണ്ട്. ഈ റോഡ് വഴി ഈ സ്റ്റെപ്പ് വഴി കയറിയാണ് പോകേണ്ടത്. അതിൻ്റെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും കണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. രണ്ടാമതായിട്ട് നെയ്ശ്ശേരി വില്ലേജ് പണിയുന്നതിന് റോഡ് സൈഡിൽ സൗകര്യമായ സ്ഥലത്ത് 8 സെൻറ്റ് സ്ഥലം പള്ളി ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്ത് 3 വർഷത്തോളമായി ഗവൺമെൻറ് പേരിൽ ആധാരം ചെയ്ത് കൊടുക്കുന്ന സ്ഥലം കിടപ്പുണ്ട്. ആ സ്ഥലത്ത് ഫണ്ട് കൊണ്ടുവരാനോ വില്ലേജിൻ്റെ പുതിയ കെട്ടിടം നിർമ്മിക്കാനോ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഒരു നടപടിക്കും ഉണ്ടായിട്ടില്ല. ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഈ നാട്ടുകാർ സംഘടിച്ച് കളക്ടർക്ക് ഒരു അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, നെയ്ശ്ശേരി. കൂട്ടായ്മയിലൂടെ നാം വളരണമെന്ന ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ കീരമ്പാറ ഇടവകയിലെ വിശ്വാസ പരിശീലന കേന്ദ്രത്തിന്റെയും ഇടവക കാര്യാലയത്തിന്റെയും വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ച ശേഷം പൊതുസമ്മേളനത്തിൽ കീരമ്പാറ പള്ളിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികാരി ജനറൽ മോൺസിഞ്ഞർ പയസ് മലയക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ആന്റണി ജോൺ MLA സുവർണ ജൂബിലിയുടെ ഭാഗമായുള്ള സ്നേഹസ്പർശം ഭവന നിർമ്മാണ പദ്ധതിയുടെ കല്ല് ബിഷപ്പ് വെഞ്ചരിപ്പിച്ചത് മാതൃവേദിക്ക് കൈമാറി. കൂട്ടായ്മയിലൂടെ നമുക്ക് പലതും നേടാൻ കഴിയുമെന്നും അതിനാൽ നാം കൂട്ടായ്മയിലൂടെ വളരണമെന്നും ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ കീരമ്പാറ ഇടവകയിലെ വിശ്വാസ പരിശീലന കേന്ദ്രത്തിന്റെയും ഇടവക കാര്യാലയത്തിന്റെയും വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ച ശേഷം ചേർന്ന പൊതുസമ്മേളനത്തിൽ വെച്ച് കീരമ്പാറ പള്ളിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പിതാവ്. കീരമ്പാറ ഇടവകയുടെ വിശ്വാസ പരിശീലന കേന്ദ്രവും ഇടവക കാര്യാലയവും വളരെ വേഗത്തിൽ പൂർത്തിയാക്കിയത് ഇടവകയുടെ കൂട്ടായ്മയുടെ വിജയമാണെന്ന് പിതാവ് ചൂണ്ടിക്കാണിച്ചു. നിർമ്മാണം അതിവേഗം പൂർത്തിയാക്കിയ വികാരി ഫാദർ മാത്യു കൊച്ചുപുരിക്കലിനെയും നിർമ്മാണ കമ്മിറ്റിയെയും ഇടവക സമൂഹത്തെയും പിതാവ് അഭിനന്ദിച്ചു. ഇടവകയിലെ ഭക്തസംഘടനകളുടെ ഓഫീസ് കീ പിതാവ് സംഘടനാ പ്രസിഡന്റുമാർക്ക് കൈമാറി. വികാരി ജനറൽ മോൺസ്റ്റർ പയസ് മലയക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. ആന്റണി ജോൺ MLA സുവർണ ജൂബിലിയുടെ ഭാഗമായുള്ള സ്നേഹസ്പർശം ഭവന നിർമ്മാണ പദ്ധതിയുടെ കല്ല് ബിഷപ്പ് വെഞ്ചരിച്ചത് മാതൃവേദിക്ക് കൈമാറി. യോഗത്തിൽ വെച്ച നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വിവിധ മേഖലകളിൽ സഹകരിച്ച വ്യക്തികളെ ആദരിച്ചു. കൈക്കാരന്മാരായ മൈക്കൽ തെക്കേക്കുടി, ജെയിംസ് തെക്കേക്കര, ഫാമിലി അപ്പസ്തോലേറ്റ് പ്രസിഡന്റ് ജോഷി കണ്ണമ്പുഴ, ജോൺസൺ കറുകപ്പള്ളിൽ എന്നിവർ പ്രസംഗിച്ചു. സൺഡേ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജിൻസി ജോമൻ സ്വാഗതവും പിതൃവേദി പ്രസിഡന്റ് ജിജി പുളിക്കൽ നന്ദിയും രേഖപ്പെടുത്തി. വെഞ്ചരിപ്പിന് മുന്നോടിയായി ബിഷപ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൃതജ്ഞതാ ബലിയർപ്പിച്ചു. വികാരി ജനറൽ മോൺസ്റ്റർ പയസ് മലയക്കണ്ടത്തിൽ ഫൊറോന വികാരി ഫാദർ തോമസ് പറയിടം, ഇടവക വികാരി ഫാദർ മാത്യു കൊച്ചുപുരിക്കൽ, സെമിനാരി റക്ടർ ഫാദർ മാത്യു കൊച്ചുപുരിക്കൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. സമ്മേളനത്തിന് ശേഷം സ്നേഹബിരുദം, ചൈനീസ് കരിമരുന്ന് പ്രകടനവും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. ഗ്രാമപഞ്ചായത്തിലെ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിൻസി മാർട്ടിൻ പ്രഖ്യാപനം നടത്തി. മികച്ച ഹരിതകർമ്മസേനയെയും ഹരിത അയൽക്കൂട്ടങ്ങളെയും ഹരിതഭവനങ്ങളെയും ഹരിത സ്ഥാപനത്തെയും മികച്ച ലൈബ്രറിയെയും മികച്ച റെസിഡൻസ് അസോസിയേഷനെയും ചടങ്ങിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അജ്മൽ ഖാൻ അസീസ് അധ്യക്ഷത വഹിച്ചു.
മാലിന്യമുക്ത നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. ഗ്രാമപഞ്ചായത്തിലെ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ പ്രഖ്യാപനം നടത്തി. ആദ്യം നമ്മുടെ 13 വാർഡുകളിലും നമ്മൾ വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ മാലിന്യമുക്ത വാർഡായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചു. അതിനുശേഷം ഇന്ന് നമ്മൾ പഞ്ചായത്ത് തലത്തിൽ മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് നമ്മളിന്ന് പ്രഖ്യാപിക്കുകയാണ്. അതിനുശേഷം 3-ാം തീയതി ബ്ലോക്ക് മാലിന്യമുക്തമായിട്ട് പ്രഖ്യാപിക്കുന്നു. പിന്നെ ജില്ല പ്രഖ്യാപിക്കുന്നു. ഏകദേശം 15-ാം തീയതിക്ക് മുമ്പായിട്ട്, കൃത്യമായ ഡേറ്റ് കിട്ടിയിട്ടില്ല, 15-ാം തീയതിക്ക് മുമ്പായിട്ട് നമ്മുടെ സംസ്ഥാനവും മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പ്രഖ്യാപനമൊക്കെ നടത്തിയാലും ഇപ്പം നിങ്ങൾക്കറിയാം, ഓരോ മെമ്പർമാരും എല്ലാ ഹരിതകർമ്മയും നമ്മുടെ വാർഡിലെ ഓരോരുത്തരുടെയും പരിശ്രമ ഫലമായിട്ട് നമ്മൾ മാലിന്യമുക്തമാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, അതുപോലെ വേസ്റ്റുകൾ നിറഞ്ഞ നമ്മുടെ ഈ പഞ്ചായത്തിലെ മെയിൻ വഴികളിലൊക്കെ പോയത് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ നമ്മുടെ പഞ്ചായത്ത് ഇങ്ങനെ മാലിന്യമുക്തമായിട്ട് നമുക്ക് മാറ്റുവാൻ സാധിച്ചത്. അവനവൻ്റെ മാലിന്യം അവനവൻ്റെ ഉത്തരവാദിത്തമായിട്ട് കണ്ടുകൊണ്ട് മാത്രമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഇനിയും ഇത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്താക്കി മാറ്റുന്നതിൽ മികച്ച പിന്തുണ നൽകിയ മികച്ച ഹരിതകർമ്മ സേനയെയും ഹരിത അയൽക്കൂട്ടങ്ങളെയും ഹരിത ഭവനങ്ങളെയും ഹരിത സ്ഥാപനത്തെയും മികച്ച ലൈബ്രറി, മികച്ച റെസിഡൻസ് അസോസിയേഷൻ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അജ്മൽ ഖാൻ അസീസ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷീജ നൌഷാദ്, അസീസ് ഇല്ലിക്കൽ, മോളി ബിജു, മെമ്പർമാരായ ലത്തീഫ് മുഹമ്മദ്, സുജാത ശിവൻ, ബിന്ദു ശ്രീകാന്ത്, താഹിറ അമീർ, സൂസി റോയ്, സുബേദ അനസ്, ബേബി കാവാലം, അസിസ്റ്റന്റ് സെക്രട്ടറി അനന്തകൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കുടുംബശ്രീ പ്രവർത്തകർ, ആശാ പ്രവർത്തകർ, ഹരിതകർമ്മ സേന അംഗങ്ങൾ, അങ്കണവാടി ജീവനക്കാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, വ്യാപാരി വ്യവസായികൾ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. യോഗത്തിൽ അസീസ് ഇല്ലിക്കൽ സ്വാഗതവും വിഇഒ ശരത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഇടവെട്ടി. തിന്മകൾക്കെതിരെയുള്ള പോരാട്ടമാണ് ഈദ് നൽകുന്ന സന്ദേശമെന്ന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തൊടുപുഴ മണ്ഡലം കമ്മിറ്റി ഇടവെട്ടി പാലിയത്ത് ഗ്രൗണ്ടിൽ നടത്തിയ ഈദ് ഖുതുബയിൽ മൗലവി അബ്ദുൽ സലാം പെരുമ്പാവൂർ പറഞ്ഞു. പുതിയ തലമുറയുടെ മികച്ച കഴിവുകളും ചിന്താശേഷിയും സമൂഹത്തിന് ഉപകാരപ്പെടുന്ന വിധം ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നിരാലംബർക്ക് വേണ്ടി നിലകൊള്ളുവാനും ഈദ് ദിനം ഉപയോഗപ്പെടുത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിന്മകൾക്കെതിരെയുള്ള പോരാട്ടവും നന്മയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമവുമാണ് ഈദ് നൽകുന്ന സന്ദേശമെന്ന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തൊടുപുഴ മണ്ഡലം കമ്മിറ്റി ഇടവെട്ടി പാലിയത്ത് ഗ്രൗണ്ടിൽ നടത്തിയ ഈദ് ഖുതുബയിൽ മൗലവി അബ്ദുൽ സലാം പെരുമ്പാവൂർ പറഞ്ഞു. ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതക്രമമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. വിശ്വാസ മൗലികതയ്ക്ക് വിരുദ്ധമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതും സ്വീകരിക്കുന്നതും സൃഷ്ടാവിന്റെ പരീക്ഷണങ്ങൾക്ക് കാരണമാകുമെന്നും ഈദ് സന്ദേശത്തിൽ പറഞ്ഞു. നഗരങ്ങളിലെ നൈറ്റ് ലൈഫിനു വേണ്ടിയുള്ള മുറവിളികളും പുതിയ തലമുറയെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ലിബറൽ ആശയങ്ങളും സമൂഹത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്ന് ഖുതുബയിൽ ഓർമ്മിപ്പിച്ചു. പുതിയ തലമുറയുടെ മികച്ച കഴിവുകളും ചിന്താശേഷിയും സമൂഹത്തിന് ഉപകാരപ്പെടും വിധം ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണമെന്നും പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നിരാലംബർക്ക് വേണ്ടി നിലകൊള്ളുവാനും ഈദ് ദിനം ഉപയോഗപ്പെടുത്തണമെന്നും ഈദ് ഖുതുബയിൽ പറഞ്ഞു. പാപമോചനം അല്ലാഹുവിൽ നിന്നും നേടിയെടുക്കേണ്ടുന്ന മാസമാണ് പരിശുദ്ധ റമദാൻ. അത് നേടിയെടുത്ത അവസ്ഥയിലായിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടാകേണ്ടത്. അള്ളാഹുവിന്റെ വിശാലമായ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ച് നീട്ടിയ, കനിഞ്ഞനുഗ്രഹിച്ച് നൽകിയ ആ മാസമാണ് നമ്മിൽ നിന്നും വിട പറഞ്ഞ് ഇന്നീ സന്തോഷത്തിന്റെ വേളയിൽ നാം ഒരുമിച്ച് കൂടുമ്പോൾ ഏറ്റവും കൂടുതൽ നാം സ്മരിക്കേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യം, അതുപോലെ തന്നെ അള്ളാഹുവിന് വേണ്ടി നോമ്പ് നോറ്റ്, അള്ളാഹുവിന് വേണ്ടി നമസ്കരിച്ച്, അവനു വേണ്ടി സുജൂദുകൾ ചെയ്ത്, അവനു വേണ്ടി രാത്രി ഉറക്കമൊഴിഞ്ഞും പകലിലും മറ്റ് സമയങ്ങളിലുമെല്ലാം പരിശുദ്ധ ഖുർആനിനെ ധാരാളമായി പാരായണം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള, നോമ്പുകാർക്ക് മാത്രമായി ഒരുക്കി വെച്ചിട്ടുള്ള ആ റയ്യാൻ എന്ന വാതിലിലൂടെ അങ്ങ് പ്രവേശിക്കുവാനുള്ള ആഗ്രഹവും അതിനുള്ള ആഗ്രഹ സഫലീകരണവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളുമായി കൊണ്ടാണ് ഇന്ന് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മെ പഠിപ്പിച്ച മറ്റൊരു കാര്യം ക്ഷമ. അത് ഈ നോമ്പിലൂടെ നേടിയെടുത്തവരാണ് നാം. ആലക്കോട് ഇഞ്ചാനി 11-ാം വാർഡിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി. യോഗം അഡ്വക്കേറ്റ് ഇ എം അഗസ്തി എക്സ്-എം-എൽ-എ ഉദ്ഘാടനം ചെയ്തു. ആലക്കോട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് തോമസ് മാത്യു കക്കുഴി മുഖ്യ പ്രഭാഷണം നടത്തി. ശാലിനി ചാർലി പഠന ക്ലാസ് നയിച്ചു. വാർഡ് പ്രസിഡന്റ് സിൻഡോ ജോൺ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ തൊഴിലുറപ്പ് ജീവനക്കാർക്ക് ഉപഹാരം നൽകി ആദരിച്ചു. നിരവധി വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. മഹാത്മാഗാന്ധി കോൺഗ്രസിന്റെ അധ്യക്ഷനായതിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ആലക്കോട് പഞ്ചായത്തിൽ ഇഞ്ചിയാനി 11-ാം വാർഡ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു.
യോഗം അഡ്വക്കേറ്റ് EM അഗസ്തി XMLA ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ പേര് ടീച്ചർ പറഞ്ഞൊരു MK ഗാന്ധി എന്നാണ്, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഹി ബിക്കം എ ഗ്രേറ്റ് മാൻ, സോ വി കോൾഡ് ആസ് മഹാത്മാ. അദ്ദേഹം മഹത്തായ സേവനം രാജ്യത്തിന് ചെയ്തുകൊണ്ട് രാജ്യത്തെ ജനങ്ങൾ അദ്ദേഹത്തെ മഹത്തരപൂർവ്വം മഹാത്മാവ് എന്ന് വിളിക്കുന്നു. ആ മഹാത്മാവ് നമ്മുടെ പ്രസ്ഥാനം, നമ്മുടെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് 100 വർഷം തികയാണ്. നമ്മുടെ പാർട്ടി ഇങ്ങനെ വേറെ ആരെങ്കിലും നേതാക്കന്മാർക്ക് മന്ത്രിയാകാൻ ഉണ്ടാക്കാൻ വേണ്ടിയ പാർട്ടിയാണോ? അല്ലല്ലോ. നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സൃഷ്ടിച്ച പാർട്ടിയാണ്. കോൺഗ്രസ് ആണ് ഇന്ത്യ ഉണ്ടാക്കിയത്. കോൺഗ്രസ് ഇല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടാവത്തില്ലായിരുന്നു. കോൺഗ്രസ് ഉള്ളതുകൊണ്ടാണ് ഇന്ത്യ ഉണ്ടായത്. ആ കോൺഗ്രസിനെ ഇന്ത്യയിലെ ജനങ്ങളുടെ പാർട്ടിയാക്കി മാറ്റിയത്, രാജ്യത്തെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയാക്കി മാറ്റിയത് മഹാത്മാഗാന്ധിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനകീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ലോകത്തിൽ ഒത്തിരി രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ലോകത്തിലെ ആദ്യം രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായ രാജ്യം ഏതാണെന്നറിയോ? ടീച്ചറോട് ചോദിക്കുന്നില്ല, ടീച്ചർ ഉത്തരം പറയുമെന്ന് എനിക്ക് കൃത്യം ഉറപ്പ്. ടീച്ചർ ഒഴിച്ച് ബാക്കി എല്ലാവരും ചോദിക്കാം. ലോകത്തിൽ ആദ്യമായി രാഷ്ട്രീയ പാർട്ടി ഉണ്ടായത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ബ്രിട്ടനെ പറയുന്നത്, ഇംഗ്ലണ്ടിനെ പറയുന്നത് മദർ ഓഫ് ഡെമോക്രസി, ജനാധിപത്യത്തിൻ്റെ മാതാവാണ് എന്നാണ് ബ്രിട്ടനെ പറ്റി പറയുന്നത്. സംയോജിത ശിശുവികസന പദ്ധതി, തദ്ദേശ സ്വയംഭരണ ബിൽ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, വിവരാവകാശ നിയമം, ഭക്ഷ്യസുരക്ഷാ നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം തുടങ്ങിയവ രാജ്യത്തിന് മഹാത്മജിയുടെ ദീർഘവീക്ഷണം പകർന്നു നൽകിയ സംഭാവനകളാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആലക്കോട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് തോമസ് മാത്യു കക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി. ഗാന്ധിജി ജീവിതവും ദർശനവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ശാലിനി ചാർലി പഠന ക്ലാസ് നയിച്ചു. വാർഡ് പ്രസിഡന്റ് സിൻഡോ ജോണിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബൈജു ജോർജ് സ്വാഗതം ആശംസിച്ചു. വാർഡിലെ തൊഴിലുറപ്പ് ജീവനക്കാർക്ക് ഉപഹാരം നൽകി ആദരിച്ചു. DCC ജനറൽ സെക്രട്ടറി PS ചന്ദ്രശേഖരപിള്ള, മണ്ഡലം പ്രസിഡന്റ് CV ജോമോൻ, MB പത്രോസ്, മിനി ജെറി, ടിജോ പുന്നത്താനം, സണ്ണി OP, എബി മുണ്ടയ്ക്കൽ, സന്തോഷ് വർഗീസ്, റാണി ജോമോൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ആലക്കോട്. തൊടുപുഴയിൽ ഏലിയറ്റ് ഗ്രീൻ സൊല്യൂഷൻസ് കമ്പനിയുടെ ഹൈടെക് സംരംഭം ഖരമാലിന്യ സംഭരണം ലക്ഷ്യമിട്ട് പ്രവർത്തനം ആരംഭിച്ചു. ഏലിയറ്റ് ഗ്രീൻ സൊല്യൂഷൻസ് എന്ന പുതിയ സംരംഭത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP തൊടുപുഴ പ്രസ് ക്ലബ്ബിൽ നിർവഹിച്ചു. അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ അധ്യക്ഷത വഹിച്ചു. വെബ്സൈറ്റ് ഉദ്ഘാടനം CPIM സംസ്ഥാന കമ്മിറ്റി മെമ്പർ KP മേരി നിർവഹിച്ചു. ടീഷർട്ടിന്റെ ഉദ്ഘാടനം സിനിമാ നടൻ നിഷാന്ത് സാഗർ നിർവഹിച്ചു. നിരവധി വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ആക്രി വ്യവസായത്തിന് മൊബൈൽ ആപ്പ്. തൊടുപുഴയിൽ ഏലിയറ്റ് ഗ്രീൻ സൊല്യൂഷൻസ് കമ്പനിയുടെ ഹൈടെക് സംരംഭം ഖരമാലിന്യ സംഭരണം ലക്ഷ്യമിട്ട് തൊടുപുഴയിൽ പ്രവർത്തനം തുടങ്ങി. ഏലിയറ്റ് ഗ്രീൻ സൊല്യൂഷൻസ് എന്ന പുതിയ സംരംഭത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP തൊടുപുഴ പ്രസ് ക്ലബ്ബിൽ നിർവഹിച്ചു. മൊബൈൽ ആപ്പ് വഴി ഖരമാലിന്യ വ്യാപാരം സാധിക്കുന്ന സംവിധാനമാണ് ഏലിയറ്റ് ഗ്രീൻ കമ്പനിയുടെ സ്ക്രാപ്പ് ബോക്സ് ആപ്പ്. നാടിനെ മാലിന്യമുക്തമാക്കൽ ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുവാനുള്ള കമ്പനിയുടെ ആശയത്തെ ഉദ്ഘാടകൻ പ്രശംസിച്ചു. ഇതൊരു പൊതുവിഷയമായി നമ്മുടെ എല്ലാവരുടെയും മുൻപിൽ നിൽക്കുമ്പോൾ നൂതന സാങ്കേതിക വിദ്യയുടെ സൗകര്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടി പുതിയ ഒരു ഇടപെടൽ പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീ മിഥുൻ സാഗർ ഇവിടെ ആരംഭം കുറിക്കുന്നു എന്നുള്ളത് ഏറെ ആവേശകരമാണ്. തീർച്ചയായിട്ടും ടെക്നോളജിയുടെ ആ ഒരു വളർച്ചയാണ് നമ്മുടെ എല്ലാ തരത്തിലുമുള്ള പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒക്കെ പരിഹാരം ഉണ്ടാക്കേണ്ടത്. അങ്ങനെയാണ് ആ ഒരു തരത്തിൽ നമ്മൾ ഡെവലപ്മെന്റിനെ നോക്കിക്കാണുന്നത്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടമാണ്. ഞങ്ങളിപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട നിഷാന്ത് സാഗറുമായിട്ട് സംസാരിച്ചുകൊണ്ട് വരുമ്പോൾ അദ്ദേഹം അവസാനം അഭിനയിച്ച സിനിമയിൽ AI ടെക്നോളജി ഉപയോഗിച്ചതിന്റെ കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ട് കടന്നു വന്നത്. എല്ലായിടത്തും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കടന്നു വന്ന് മനുഷ്യന്റെ പ്രയത്നം അത് പരമാവധി കുറച്ചുകൊണ്ടുവരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിലുപരിയായി നമുക്ക് വളരെ എളുപ്പത്തിൽ ഏതൊരാളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ പറ്റാവുന്ന തരത്തിലേക്ക് നമ്മുടെ സാങ്കേതിക വിദ്യ നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു സൗകര്യമാണ് മിഥുൻ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ അദ്ദേഹത്തെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. നല്ല നിലയിൽ ഈ സംരംഭം അത് വിജയിക്കട്ടെ. തൊടുപുഴക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായി കാണുകയും അതിൻ്റെതായ തരത്തിൽ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഒത്തുചേരുകയും ചെയ്തിട്ടുള്ള ഒരു വലിയ പാരമ്പര്യമാണ് ഉള്ളത്. ആ പ്രൗഢമായ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ നൂതനമായ സംരംഭത്തെയും സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ
ആർക്കും സംശയം വേണ്ട. തൊടുപുഴ പ്രസ് ക്ലബിൽ ചേർന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ അധ്യക്ഷത വഹിച്ചു. വെബ്സൈറ്റ് ഉദ്ഘാടനം CPIM സംസ്ഥാന കമ്മിറ്റി മെമ്പർ KP മേരി നിർവഹിച്ചു. നമ്മുടെ നാട്ടില് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ സാധാരണക്കാരുടെ വീടുകളിൽ വന്ന് ആക്രി പൊറുക്കിയെടുക്കുകയോ വാങ്ങിക്കൊണ്ട് പോവുകയോ ചെയ്യുന്ന ഒരു രീതി സർവ്വസാധാരണമായിരുന്നു. ഇപ്പൊ കുറെ കൂടെ മാറി പിക്കപ്പ് വാനിലൊക്കെ വന്ന സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്നാൽ ഇന്നിപ്പോൾ ഹൈടെക് രീതിയിൽ കൂടി ആക്രി കച്ചവടം നടത്തുന്ന ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നാടിനെ മാലിന്യമുക്തമാക്കാനുള്ള ഒരാശയം, ഒരു ഐഡിയ, അത് എത്രയാണെങ്കിലും പ്രശംസിച്ചേ മതിയാവൂ. അതിപ്പോ നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ഇത്തരം സംരംഭങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. അവരുടെ എല്ലാ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഇതിലുമൊക്കെ ഒരുപാട് അപ്പുറത്തേക്ക്. പക്ഷെ അവിടെയാണ് ഇതിനെപ്പോലെ ഒരു ചെറുപ്പക്കാരെ, നല്ല വിദ്യാസമ്പന്നനായ ചെറുപ്പക്കാരെ ഇത്തരത്തിലുള്ള ഒരു സംരംഭത്തിന് ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നത് എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. ടീഷർട്ടിന്റെ ഉദ്ഘാടനം സിനിമാ നടൻ നിഷാന്ത് സാഗർ നിർവഹിച്ചു. പോൾസൺ മാത്യു, പുഷ്പാങ്കദൻ, അനുമോൻ, വാർഡ് കൗൺസിലർ ജലക്ഷ്മി ഗോപൻ, സോനു ജോസഫ്, KK സുജിത്ത്, KK സൂരജ്, ശ്വേതാമോഹൻ എന്നിവർ സംസാരിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജോർജ് അഗസ്റ്റിൻ സ്വാഗതവും കമ്പനി MD അഡ്വക്കേറ്റ് മിഥുൻ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോളപ്ര ഉണർവ് റെസിഡൻസ് അസോസിയേഷൻ വാർഷികാഘോഷം നടത്തി. ചടങ്ങിൽ സീറോ മലബാർ സഭ പ്രോലൈഫ് അപ്പോസ്തലേറ്റ് സെക്രട്ടറി ജോയിസ് മുക്കടം ലഹരി വിരുദ്ധ മാജിക് ഷോ അവതരിപ്പിച്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രക്ഷാധികാരി ചന്ദ്രൻ പടിഞ്ഞാറെ ചോനാട്ട് അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. കോളപ്ര ഉണർവ് റെസിഡൻസ് അസോസിയേഷൻ വാർഷികാഘോഷം നടത്തി. ചടങ്ങിൽ ജോയിസ് മുക്കടം ലഹരി വിരുദ്ധ മാജിക് ഷോ അവതരിപ്പിച്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഉണർവ് റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികാഘോഷം നടക്കും വേള ഉണർവാകാനും ഉണർവേകിടാനുമായി നിങ്ങൾക്കേവർക്കും കഴിഞ്ഞിടട്ടെ. ഉണർവാകാനും ഉണർവേകിടാനുമായി നിങ്ങൾക്കേവർക്കും കഴിഞ്ഞിടട്ടെ. അപ്പൊ യുവജനങ്ങളെ സംബന്ധിച്ചും കുട്ടികളെ സംബന്ധിച്ചും പ്രായമായവരും ഇല്ലേ, ശരിയല്ലേ, ആയിട്ട് പോകുന്ന നല്ലൊരു റെസിഡന്റ് അസോസിയേഷൻ ആയിട്ട് മാറണം. നോക്കുക, ശ്രദ്ധിച്ചേ. അപ്പൊ മദ്യത്തിന്റെ ബന്ധനം, മയക്കുമരുന്നിന്റെ ബന്ധനം, സോഷ്യൽ മീഡിയയുടെ ബന്ധനം, അങ്ങനെ രാസലഹരികളുടെ പലതിന്റെയും അങ്ങനെ ബന്ധനത്തിൽ കഴിയുകയാണ് മനുഷ്യൻ. അതുകൊണ്ട് നമുക്ക് ആ ബന്ധനത്തോട് എന്ത് ചെയ്യാൻ കഴിയണം? വിട പറയാനായിട്ട് നമുക്ക് കഴിയണം. മനസ്സിലായോ? അപ്പൊ ബന്ധനങ്ങളെ വിട, ബന്ധനങ്ങളെ വിട, ബന്ധനങ്ങളെ വിട, ബന്ധനങ്ങളെ വിട. രക്ഷാധികാരി ചന്ദ്രൻ പടിഞ്ഞാറെ ചോനാട്ട് അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് ഫ്രാൻസിസ് കരിമ്പാനി, ജോയി കിഴക്കൽ, റോയി ജെ കലറങ്ങാട്ട്, അഡ്വക്കേറ്റ് അഞ്ജന ചന്ദ്രൻ, സഞ്ജന ബോസ്, മാത്യു കരിമ്പാനി, പ്രസാദ് മന്നാട്ട്, ജയൻ ശശിവിലാസം, ഹരികുമാർ പൊട്ടനാക്കുന്നിൽ എന്നിവർ പ്രസംഗിച്ചു. പുരുഷന്മാരുടെ തിരുവാതിര, ഫ്യൂഷൻ ഡാൻസ് തുടങ്ങി വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. മോനെ ജോ, നീ പേടിക്കണ്ട. ഈ ലോകത്ത് എന്തെല്ലാം അസുഖങ്ങളുണ്ട്. നിന്റെ അസുഖങ്ങളൊക്കെ മാറും. നീ സമൂഹത്തിലേക്ക് തിരിച്ചു വരും. അതങ്ങനെ ഒരുപാട് ചെറുപ്പക്കാർക്ക് മാതൃകയായി. ചഞ്ചക്കം തെന്നിയും താളത്തിൽ തെന്നിയും ആകാശത്താനവട്ടപ്പീലി കെട്ടും ചില്ലുമേഘമേ. ഓ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി.
വിശുദ്ധ ബൈബിളിൽ 3 രാജാക്കന്മാരുടെ കാര്യമേ സൂചിപ്പിച്ചിട്ടുള്ളൂ. മെൽഷ്യർ, കാസ്പർ, ബെൽത്തസാർ എന്നിവരായിരുന്നു ആ 3 പേർ. എന്നാൽ അവരുടെ കൂടെ പുറപ്പെട്ട മറ്റൊരു പണ്ഡിതന്റെ കഥയാണ് ഹെൻറിബാൽ ഡൈക്ക് തന്റെ നോവലിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോളപ്ര. ചാലയ്ക്കുമുക്ക് ഒരുമ റെസിഡൻസ് അസോസിയേഷൻ 10ാം വാർഷിക പൊതുയോഗവും കുടുംബ സുഹൃത്ത് സംഗമവും സംഘടിപ്പിച്ചു. കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേഷ് ബാബു ചടങ്ങിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് KS വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അഡ്വക്കേറ്റ് ടോം പൂച്ചാലിൽ, BBC ന്യൂസ് ചെയർമാൻ സാബു നെയ്ശ്ശേരി, കാളിയാർ SHO ഹണി HL തുടങ്ങി നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി കോടിക്കുളത്തിന്റെ സാമൂഹിക, സാംസ്കാരിക, ജീവകാരുണ്യ മേഖലയിൽ നിറസാന്നിധ്യമായ ചാലയ്ക്കുമുക്ക് ഒരുമ റെസിഡൻസ് അസോസിയേഷന്റെ 10ാം വാർഷിക പൊതുയോഗവും കുടുംബ സുഹൃത്ത് സംഗമവും സംഘടിപ്പിച്ചു. കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേഷ് ബാബു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ കൂട്ടായ്മ എപ്പോഴും നല്ല ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇന്ന് മനുഷ്യൻ അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവരെ അടുപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുമ്പോഴും പരസ്പരം ഈഗോ ഇല്ലാതെ വരണം. എൻ്റെ ആർഭാടങ്ങളോ എൻ്റെ അണിച്ചൊരുക്കളോ അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ആകരുത് നമ്മൾ പള്ളിയിൽ പോകുന്നതോ അമ്പലത്തിൽ പോകുന്നതോ അല്ലെങ്കിൽ അസോസിയേഷൻ മീറ്റിങ്ങുകൾ പോകുന്നതോ ഒന്നും. നമ്മൾ എല്ലാം സൗഹൃദപരമായിട്ട് കഴിയുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മളിങ്ങനെയുള്ള പരിപാടികളിൽ പോകുന്നത്. ആ ഒരു മഹാമനസ്കത നിങ്ങൾ കാണിച്ചാൽ തീർച്ചയായിട്ടും അതങ്ങനെ ഇവിടെ കാണിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത് 10 വർഷം നീണ്ടുപോയത്. അതല്ലെങ്കിൽ ഇത് എപ്പോഴേ തല്ലിപ്പൊളിഞ്ഞു പോയത്. അതിവിടെ കാണിച്ചിരിക്കുന്നു. നിങ്ങളുടെ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള പരിപാടികൾ യുവജനങ്ങൾക്ക് കൂടി പങ്കെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാകും. കാരണം ഇത് ഇവിടെ നോക്കുമ്പോൾ യുവാക്കൾ വളരെ കുറവാണ്. അതിപ്പോൾ ഈ പരിപാടി എന്നല്ല, പാർട്ടിയുടെ പരിപാടികൾ വിളിച്ചാൽ, പഞ്ചായത്തിൽ എന്തെങ്കിലും പരിപാടിക്ക് വിളിച്ചാലും അങ്ങനെയുള്ള ആൾക്കാരെ ആരും കിട്ടുന്നില്ല. അവർക്ക് അതിനുള്ള സമയമില്ല. ഒന്ന്, പിന്നെ 2, പകുതി ഏറെ യുവാക്കൾ ഇവിടെ ഇല്ല, ഔട്ട് ഓഫ് കൺട്രിയാണ്. അതാണ് ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മൾ ഇവിടെ ഉള്ള ആൾക്കാരെ യുവാക്കൾ പങ്കെടുക്കുക. കാരണം വെച്ചാൽ നമ്മൾക്ക് അസോസിയേഷൻ പ്രസിഡന്റ് KS വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അഡ്വക്കേറ്റ് ടോം പൂച്ചാലിൽ, BBC ന്യൂസ് ചെയർമാൻ സാബു നെയ്ശ്ശേരി, കാളിയാർ SHO ഹണി HL, കോടിക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെർലി റോബി തുടങ്ങി പ്രമുഖ വ്യക്തികൾ ആശംസകൾ അറിയിച്ചു. എപ്പോഴും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പൈസ അക്കൗണ്ടുകൾ എന്ന് പറയുന്നത്. ഈ ഫോണിലൂടെയാണ് മിക്കപ്പോഴും നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് വളരെ സന്തോഷം നൽകുന്ന, നിങ്ങളുടെ ഒരു കുടുംബത്തിനകത്ത് വന്ന് നിൽക്കുന്ന ഒരു പ്രതീതിയുണ്ട്. അതിലേക്ക് വിളിച്ചതിൽ ഇതിലെ ഭാരവാഹികൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുകയാണ്. അപ്പം ഈ റെസിഡൻസ് അസോസിയേഷനിൽ ഇപ്പം ഇവിടെ ആണെങ്കിലും ഈ ചെറുപ്പക്കാരുടെ എണ്ണം ഇവിടെയും കുറവാണ്. കുറേ ആളുകളെല്ലാം ഭയങ്കര ചിന്തയിലാണ്, എല്ലാവരും മസിൽ പിടിച്ചായിരിക്കുന്നത്. ഭാവിയെക്കുറിച്ച് ഇപ്പോഴും ഓർക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഇതുപോലെയുള്ള കൂട്ടായ്മകളും കലാപരിപാടികളും ഒക്കെ എല്ലാവരുടെയും മനസ്സിന് സന്തോഷം പകരും. അത് നിങ്ങളുടെ കൂടുതൽ പ്രവർത്തനങ്ങൾ ഇനിയും നന്നായിട്ട് നടത്തുവാൻ കഴിയും. അപ്പം ഇത്രയും സജീവമായി പ്രവർത്തിക്കുന്ന ഒരുമ റെസിഡൻസ് അസോസിയേഷനും ഇതിലെ അംഗങ്ങൾക്കും ഭാരവാഹികൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഒരു സാധാരണ റെസിഡൻസ് അസോസിയേഷന് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി എങ്കിലും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുമുണ്ട്. പക്ഷെ ചിലപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പ്രത്യക്ഷത്തിൽ നമുക്ക് ഇതെന്താണെന്ന് എടുത്തു കാണിക്കുന്നതിനോ അല്ലെങ്കിൽ പ്രഥമം കാണിക്കുന്നതിനോ പെട്ടെന്നൊരു കാഴ്ചപ്പാടിലേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കാം ചിലർക്കൊക്കെ തോന്നാം. പക്ഷേ എന്നാൽ നമ്മൾ ഇപ്പോൾ സാറ് പറഞ്ഞ് നമ്മുടെ ബഹുമാനപ്പെട്ട സബ് ഇൻസ്പെക്ടർ പറഞ്ഞതുപോലെ ഇവിടെ കൂട്ടായ്മ, പണ്ടൊക്കെ നമ്മളിവിടെ ഈ വഴിയിലൂടെ കടന്നു പോകുന്ന പലരെയും
ഏത് വീട്ടിലെയാണ് എന്ന് അറിയുന്ന ഒരു സാഹചര്യം പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. അത് പോയിട്ട് ഈ വീട്ടിലെ കടന്നു പോകുന്ന പല എല്ലാവരെയും തന്നെ ഇപ്പൊ പരസ്പരം ഇന്ന വീട്ടിലെയാണ്, ഇന്നയിടത്തെയാണ്, എങ്ങനെയാണ് പല കാര്യങ്ങളും നമുക്ക് തിരിച്ചറിയുന്നതിനും പരസ്പരം ബന്ധപ്പെടുന്നതിനും നമ്മുടെ ഓരോരോ പ്രവർത്തനങ്ങളും, നമ്മുടെ ടൂർ പ്രോഗ്രാമുകളും മറ്റു പല ചാനൽ പ്രോഗ്രാമുകൾ ഇങ്ങനെയുള്ള പറ്റുള്ള നമ്മുടെ കൂട്ടായ യാത്രകളിലൂടെയൊക്കെ പരസ്പരം പരിചയങ്ങളും നമ്മൾ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അറിയുന്നതിനുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ടി എ ജോസഫ് സ്വാഗതവും സെക്രട്ടറി വിൻസെന്റ് ജെയിംസ് നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ വിശിഷ്ട അതിഥികൾ ചേർന്ന് ആദരിച്ചു. തുടർന്ന് കലാസന്ധ്യയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കുളം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹീറോ പരിവേഷമുള്ള മോഹൻലാൽ സംഘപരിവാർ ശക്തികൾക്ക് മുൻപിൽ കീഴടങ്ങുന്ന സാഹചര്യമാണെന്ന് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. ഇന്ന് ചെറിയ പെരുന്നാൾ. മണ്ണപ്പുറം ടൗൺ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് PA ഷമീർ ഹദ്ദവി നേതൃത്വം നൽകി. കൂട്ടായ്മയിലൂടെ നാം വളരണമെന്ന ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പള്ളിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലക്കോട് ഇഞ്ചിയാനി 11-ാം വാർഡിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി. യോഗം അഡ്വക്കേറ്റ് EM അഗസ്തി XMLA ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴയിൽ ഏലിയറ്റ് ഗ്രീൻ സൊല്യൂഷൻസ് കമ്പനിയുടെ ഹൈടെക് സംരംഭം ഖരമാലിന്യ സംഭരണം ലക്ഷ്യമിട്ട് പ്രവർത്തനം ആരംഭിച്ചു. ഏലിയറ്റ് ഗ്രീൻ സൊല്യൂഷൻസ് എന്ന പുതിയ സംരംഭത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.